ഒരാഴ്ച വ്യത്യാസത്തിൽ വൺ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ സിനിമകളായിരുന്നല്ലോ മമ്മൂക്കയുടെ ടർബോ, അതുപോലെ ബേസിൽ ജോസഫ് പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ഗുരുവായൂരമ്പല നടയിൽ, ആസിഫ് അലി ബിജുമേനോൻ കൂട്ടുകെട്ടിലെത്തിയ തലവൻ എന്നീ ചിത്രങ്ങളുടെ ഇതുവരെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെഗാസ്റ്റാറിന്റെ ടർബോ റിലീസായി ഒരു ദിവസങ്ങൾക്ക് ശേഷം ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നല്ലോ ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ. ആസിഫ് അലിയും ബിജുമേനുമായിരുന്നു ചിത്രത്തിലെ നായകന്മാർ. ചിത്രത്തിന്റെ ഇതുവരെയുള്ള 27 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഫ്രൈഡേ മാറ്റിന് പുറത്തുവിട്ടിരിക്കുകയാണ്. 27 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 14,25,00,000 രൂപയാണ് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ. മികച്ചൊരു അഭിപ്രായം പ്രേക്ഷകർക്കിടയിൽ നിന്നും നേടാൻ സാധിച്ച ചിത്രത്തിന് വലിയ രീതിയിലുള്ള കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. 27 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം വെറും 14,25,00,000 രൂപ ജസ്റ്റ് ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് കയറാൻ ചിത്രത്തിന് ഇതുവരെയുള്ള കളക്ഷൻ കൊണ്ട് സാധിച്ചു എന്നാണ് ഫ്രൈഡേ മാറ്റിനി അവകാശപ്പെടുന്നത്. മമ്മൂക്കയുടെ ടർബോ റിലീസ് ആവുന്നതിന്റെ ഒരാഴ്ച മുന്നേ തിയേറ്ററിലെത്തിയ മൂവിയായിരുന്നല്ലോ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിലെത്തിയ ഗുരുവായൂരമ്പല നടയിൽ. ജയ 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 ഹേ എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ചെയ്ത ചിത്രം എന്ന പ്രത്യേകതയും ഈ ഒരു ചിത്രം റിലീസ് ആവുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പിലായിരുന്നു ചിത്രം എത്തിയത്. ചിത്രത്തിന് 35 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 47,60,00,000 രൂപ നേടാൻ വേണ്ടി സാധിച്ചു. ഫ്രൈഡേ മാറ്റിന് അവകാശപ്പെടുന്നത് ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആണെന്നാണ്. ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ചിത്രത്തിന് ആദ്യ ആഴ്ച ക്ലാസ് റിലീസ് ഇല്ല എന്നതും ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിക്കാൻ കാരണമായി. വെക്കേഷനിലെ ഫാമിലി സപ്പോർട്ട് കൊണ്ടാണ് ചിത്രത്തിന് ഇത്ര വലിയ കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ചത്. 35 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 47,60,00,000 രൂപ. ചിത്രം ഇനി കേരള ബോക്സ് ഓഫീസിൽ 50 CR ടച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂക്ക നായകനായിട്ട് വൈശാഖ് സംവിധാനം ചെയ്ത് മിഥുനുമാനൽ തിരക്കഥ എഴുതിയ സിനിമയായിരുന്നല്ലോ ടർബോ. ചിത്രത്തിന്റെ 28 ദിവസത്തെ കേരള കളക്ഷൻ ഇപ്പോൾ പുറത്തു വന്ന സമയത്ത് ഏകദേശം 35,60,00,000 രൂപയാണ് ചിത്രത്തിന് 28 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ വേണ്ടി സാധിച്ചത്. ഫ്രൈഡേ മാറ്റിന് അവകാശപ്പെടുന്നത് കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രം ഹിറ്റാണ് എന്നാണ്. എന്നാൽ ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ നോക്കുന്ന സമയത്ത് ചിത്രം അവിടെയെല്ലാം ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കളക്ഷൻ നേടാൻ അവിടെ നിന്ന് ചിത്രത്തിന് സാധിച്ചു. തലവൻ എന്ന ചിത്രത്തിന്റെ കളക്ഷൻ നോക്കുന്ന സമയത്ത് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമയായിരുന്നു തലവൻ. ചിത്രത്തിന് 27 ദിവസങ്ങൾ കൊണ്ട് 14,25,00,000 രൂപയാണ് നേടാൻ സാധിച്ചത്. എന്നാൽ മമ്മൂക്കയുടെ ടർബോ 28 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 35,60,00,000 രൂപ നേടി. എന്നാൽ ടർബോ എന്ന ചിത്രത്തിന് കട്ട നെഗറ്റീവ് റിപ്പോർട്ട് ആദ്യ ദിവസങ്ങളിൽ യൂട്യൂബേഴ്സിന്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഓവർകം ചെയ്ത് കണ്ടാണ് ബോക്സ് ഓഫീസിൽ ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ ടർബോ എന്ന മെഗാസ്റ്റാർ ചിത്രത്തിന് സാധിച്ചത്. ഈ 3 സിനിമകളിൽ നിങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ച സിനിമ ഏതായിരുന്നു? ടർബോ, ഗുരുവായൂരമ്പല നടയിൽ, തലവൻ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജനുജന.